അതാ അങ്ങനെ സമയം ഏകദേശം രാത്രി 12:15 ആവാറായിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. സംഭവം വേറൊന്നുമല്ല, ഞങ്ങളെല്ലാവരും കൂടി ഒരു 2-3 ദിവസത്തെ ട്രിപ്പിന് പോകുമായിരുന്നു. ഈ ഞങ്ങളെന്ന് പറയുമ്പോഴും ഞങ്ങളിൽ മെയിനായിട്ടുള്ള 2 പേരില്ലായിരുന്നു, അച്ഛയും കണ്ണനും. ഞാനും അമ്മയും ഒറ്റയ്ക്ക് ഒരു ട്രിപ്പ് പോകുന്ന ആദ്യമായിട്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു കുറവൊന്നും തോന്നാതിരിക്കാൻ സോണി ചേച്ചി എബിസൻ ചേട്ടനൊക്കെ നല്ല തകർത്ത് നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് എബിസൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. രാത്രി ആയപ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ നിന്ന് നേരെ ബസ്സിലോട്ട്, പിന്നെ എല്ലാവരും വന്നു. അങ്ങനെ ട്രിപ്പ് തുടങ്ങി. ഒരുപാട് പേരുണ്ടായിരുന്നൊരു ട്രിപ്പായിരുന്നു കേട്ടോ അത്. പക്ഷെ ഞങ്ങൾക്ക് ആരെയും പേഴ്സണലി അറിയില്ലായിരുന്നു. എല്ലാവരും സോണിയ ചേച്ചിയുടെ ഫാമിലി ആയിരുന്നു. ആദ്യമൊക്കെ അതിൻ്റെ ഒരു ചെറിയ ചളുപ്പുണ്ടായിരുന്നെങ്കിലും പിന്നെ എല്ലാവരെയും അങ്ങ് പരിചയപ്പെട്ട് പിന്നെ അതങ്ങ് ഓക്കെ ആയി. പിന്നെ പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം, എല്ലാവരും നല്ല ചിൽ മൂഡായിരുന്നു. കയറിയപ്പോൾ തൊട്ട് ഇറങ്ങണ വരെ എല്ലാവരും പാട്ടും ഡാൻസും. പിന്നെ കലാകാരുടെ ഒരു ക്ഷാമവും ആ ബസ്സിലുണ്ടായിരുന്നില്ല. ഈ ബഹളത്തിനിടയ്ക്ക് ഞാൻ ഡെസ്റ്റിനേഷൻ പറയാൻ വിട്ടുപോയി കേട്ടോ. ആദ്യത്തെ ഒരു പ്ലാൻ അനുസരിച്ച് ഇവിടുന്ന് നേരെ മധുരൈ, അവിടുന്ന് നേരെ തഞ്ചാവൂർ, അവിടുന്ന് നേരെ വേളാങ്കണ്ണി എന്നായിരുന്നു. പക്ഷെ നമ്മുടെ പോകെയുള്ള ഒരു ഇതിൽ കമ്മിറ്റിക്കാർ പരിപാടിക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പരിപാടിയിൽ എന്ത് മാറ്റം വരുത്താനും കമ്മിറ്റിക്കാർക്ക് അധികാരം ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ഞങ്ങളും ഒന്നും പറഞ്ഞില്ല, ആ ഫ്ലോയിൽ അങ്ങ് എല്ലാം എൻജോയ് ചെയ്തങ്ങ് പോയി. അങ്ങനെ പാട്ടും കൂത്തും ബഹളവുമായിട്ട് ആ രാത്രി അങ്ങനെ കടന്നു. നേരം വെളുത്ത് എണീറ്റപ്പോഴത്തേക്കും നമ്മളിതാ തമിഴ്നാട് എത്തി. അവിടം വരെ എത്തിയപ്പോഴേക്കും തന്നെ യാത്രാക്ഷീണം കാരണം എല്ലാവരും ഒരു പരുവായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പ്ലാനിങ്ങിൽ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം നമ്മളെല്ലാവരും കുറച്ചേരം പോസ്റ്റായി. അതിനെപ്പറ്റി എബിസൻ ചേട്ടൻ പറയണ കേൾക്കാം. നമ്മളിപ്പോൾ രാവിലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് മധുരയിലെത്തി. വണ്ടി പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് നമ്മളുള്ളത്. പക്ഷെ നമ്മളിപ്പോൾ പെട്ട് നിൽക്കുകയാണ്. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയിലെത്തിയിട്ടില്ല. പോരുന്നവരാരൊക്കെയാണെന്നോ ആരൊക്കെ പോരുന്നില്ലെന്ന് ഒരു ധാരണ നമ്മൾ എത്തിയിട്ടില്ല. എന്തായാലും ഞങ്ങൾ പോകുന്നുണ്ട്. ഞങ്ങൾ പോകാൻ കട്ടയ്ക്ക് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിന് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ട്രാൻസ്പോർട്ടേഷൻ വേറെ വണ്ടിയാണെന്നാണ് പറയുന്നത്. അത് ഞങ്ങൾ എന്തായാലും ഇപ്പോൾ കറക്റ്റ് ചെയ്യും. അപ്പം ബാക്കി അവിടെ ഹലോ ഗൈസ്, നമ്മുടെ നാട്ടിലെ കാണുന്ന ഒരു ഓട്ടോറിക്ഷ പരിപാടി ഒന്നുമല്ല നമ്മളിവിടെ. ഇതിൻ്റെ അംഗം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഈ ഓട്ടോക്കാരൻ എന്നോട് തമിഴ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് അങ്ങനെ ശരിയാക്കുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഓക്കെ പറഞ്ഞ് പുള്ളി വലിച്ചു മാറിയിട്ടോട്ട് പോവാം. എന്താണെന്നുള്ള ശേഷം സ്ക്രീനിൽ എന്നതാന്ന് പറഞ്ഞാലും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ ആ ഒരു ഓട്ടോ യാത്ര. ഞങ്ങൾ ഏകദേശം ഒരു 10 പേരും പിന്നെ ഞങ്ങളുടെ പെട്ടികളും എല്ലാവരും കൂടി ഒന്നിച്ചാണ് കേട്ടോ മധുര മീനാക്ഷി അമ്പലത്തിലോട്ട് പോയത്. ആദ്യം അമ്പലത്തിലോട്ടല്ല, അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങളൊരു ലോഡ്ജ് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കുളിച്ച് ഫ്രഷായി എല്ലാം സെറ്റായിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറിയത്. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അമ്പലത്തിൽ എന്തോ ഒരു പണി നടക്കുമായിരുന്നു. അതുകൊണ്ട് ആ ഫോട്ടോയിലൊക്കെ കാണുന്ന അത്ര ഭംഗി കിട്ടിയില്ല കാണാൻ. പിന്നെ ഞങ്ങൾ താഴെ നിന്ന് കുറച്ച് മുല്ലപ്പൂവൊക്കെ മേടിച്ച് ലോഡ്ജിലോട്ട് കയറി കുളിച്ച് ഫ്രഷായി. അമ്പലത്തിലോട്ടൊക്കെ പോകാൻ നേരം തലയിൽ മുല്ലപ്പൂവൊക്കെ വെച്ച് പോകുമ്പോൾ തന്നെ എന്താ ഒരു ഭംഗി. അതും പിന്നെ തമിഴ്നാട്ടിലൊക്കെ വന്നിട്ട് മുല്ലപ്പൂവൊക്കെ വെക്കേണ്ട അമ്പലത്തിൽ കയറാന്ന് പറഞ്ഞാൽ അതൊക്കെ മോശമല്ലേ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ നാട്ടിലേക്കാളും മുല്ലപ്പൂവിന് ഇവിടെ ഭയങ്കര വില കുറവാണ് കേട്ടോ. അങ്ങനെ മുല്ലപ്പൂ കുത്തൽ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ കയറാൻ റെഡിയായി. നമുക്ക് ഇവിടം വരെ ഫോൺ കൊണ്ടുപോകാൻ പറ്റുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് അമ്പലത്തിലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്താണേലും നല്ല അടിപൊളിയായി നമ്മൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. അതിന് ശേഷം തിരിച്ചു വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. നേരെ തഞ്ചാവൂർ എന്നുള്ള പ്ലാൻ ആയിരുന്നതുകൊണ്ട് നമ്മൾ ഡ്രസ്സൊന്നും മാറാൻ പ്ലാൻ ചെയ്തില്ല. ഞാൻ പറഞ്ഞ പോലെ കമ്മിറ്റിക്കാരെ അതിൻ്റെ ഇടയ്ക്ക് പ്ലാൻ മാറ്റി തഞ്ചാവൂർ പിറ്റേ ദിവസത്തേക്ക് ആക്കിയപ്പോൾ നമ്മൾ കിട്ടിയ ഒരു പമ്പിൽ കയറി ഡ്രസ്സൊക്കെ മാറി കംഫർട്ടബിളായി. പിന്നെ ഞാൻ ഇതിൽ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം ഫുഡായിരുന്നു കേട്ടോ. ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നൊരു ചേട്ടനായിരുന്നു മെയിനായിട്ടുള്ള അവിടുത്തെ ഷെഫ്. പുള്ളി നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കി. എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ പാത്തുക്കുട്ടി, അവൾ മൊത്തം നേരം ഞങ്ങളുടെ കൂടെയായിരുന്നു. അവളെ ഞങ്ങൾ വഷളാക്കി ചീത്തയാക്കി എന്നൊക്കെ അവളുടെ അച്ഛനും അമ്മയും പറയാൻ തുടങ്ങി. പക്ഷെ എസ്സൻ ഇതിലൊന്നും പെടാണ്ട് അവിടെ ഇവിടെയും കറങ്ങി നടക്കുമായിരുന്നു മൊത്തം നേരം. പിന്നെ ഇവരുടെ അടുത്ത
മൊത്തം ഡാൻസും പാട്ടും. ഇവർക്കൊന്നും ഒരു ക്ഷീണമില്ലേന്ന് ആലോചിച്ചു പോയി ഞാൻ. അങ്ങനെ ആ ദിവസവും ഇരട്ടി തുടങ്ങി. ഈ ഒരു ആകാശം നോക്കി ഞാൻ ഒരുപാട് നേരം ഇരുന്നു. അത്ര ഭംഗിയായിരുന്നു ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എന്നതൊക്കെയാണെന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു ഭംഗി ഒരു വീഡിയോയിലും ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ ഇത് നേരെ വേളാങ്കണ്ണിക്കുള്ള യാത്രയായിരുന്നു കേട്ടോ. മധുരയിൽ നിന്ന് കുറച്ചേറെ ദൂരം പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ നല്ല രാത്രിയായി, അതിൻ്റെ കൂടെ നല്ല മഴയും. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ മധുരയിലെ വിശേഷങ്ങൾ. ബാക്കി വേളാങ്കണ്ണിയിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. സ്റ്റേ ട്യൂൺഡ്.